എല്ലാവരെയും പോലെ തന്നെ ഞാനും വിചാരിച്ചിരുന്നു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഐക്യമുള്ള ആൾ, അല്ലെങ്കിൽ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങുന്ന ടോപ്പേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നോളജുള്ള ആൾക്കാരാണെന്നൊക്കെ. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ ഒരു സംഭവം. ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് വാങ്ങുന്ന ആൾ, എക്സാമിൽ ഏറ്റവും മാർക്ക് വാങ്ങുന്ന ആൾ, കൺസെപ്റ്റൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾ, ഇഷ്ടം പോലെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾ, ഇവരൊക്കെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. പക്ഷേ ശരിക്കും നമ്മൾ ഇവരെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സോ കാൾഡ് ബുക്ക് സ്മാർട്ട് പീപ്പിൾ നമ്മൾ വിളിക്കുന്ന ഓരെവിടെയാണ് എത്തിച്ചേരുന്നത് അവസാനം? ഇതിലധികം ആൾക്കാരും പഠിച്ച് 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 നല്ല പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്ന നല്ലൊരു കരിയറിൽ എത്തിച്ചേർന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു സെയിം ലൈഫായിരിക്കും ഫോർ ദ നെക്സ്റ്റ് 40 years ഓല് ജീവിക്കുന്നുണ്ടാവുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ലെയർ എൻഡ് അപ്പ് ഫാറ്റ്, ഡിപ്രസ്ഡ് ആൻഡ് അൺഹാപ്പി. ഓർക്ക് പൈസ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല, വീടും കാറും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഓർക്ക് ഫുഡ് ഇല്ലാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് ദേ ജസ്റ്റ് ലിവ് ആൻ അൺഫുൾഫില്ലിംഗ് ലൈഫ്. ശരിക്കും ഓൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കരിയറിന് പകരം ഓൾക്ക് ആക്ച്വലി എന്താണോ വേണ്ടത് അതാവില്ല ഓല് ബിൽഡ് ചെയ്യാം. അപ്പം നവൽ രവികാന്ത് ഇൻ്റലിജൻസിനെ കുറിച്ചൊരു കോട്ട് പറയുന്നുണ്ട്, ദാറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഹൗ ഐ വ്യൂ ഇൻ്റലിജൻസ്. ദ ഓൺലി ട്രൂ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് ഇഫ് യു ഗെറ്റ് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്. സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫായി തോന്നുന്ന കരിയർ ഏതാണോ എന്നൊന്നുമല്ല, വാട്ട് യു ആക്ച്വലി വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്. അതായത് ശരിക്കുള്ള ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടോ നമ്മൾ നോക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾക്ക് ശരിക്കും ജീവിതത്തിൽ നിന്ന് എന്താണോ വേണ്ടത് അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ വെച്ചാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്മാർട്ട് ആൾക്കാരൊക്കെ ആ ഡെഫിനിഷൻ ഫെയിൽ ആയിട്ടുണ്ട്. കാരണം ഓൾക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്വന്തം പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങൾ, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, യു ഷുഡ് നോ വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്. ആദ്യം നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് എന്താണ് വേണ്ടത് എന്നുള്ളത്. രണ്ടാമത്തത്, യു ഷുഡ് നോ ഹൗ ടു ഗെറ്റ് ഇറ്റ്. അതെങ്ങനെ നേടാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് സംഭവങ്ങൾ എന്താണെന്നുള്ളത്. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഞാൻ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷണൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റുകളാണ് ഉണ്ടാക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആ മെയിൻ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഈ സ്മാർട്ട് പാത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ സ്മാർട്ട് ലൈഫ് ആക്ച്വലി നമുക്കൊരു സ്റ്റുപ്പിഡ് ലൈഫ് തരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ഫിക്സ്ഡ് പാത്താണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ LP-യിൽ പഠിക്കുന്നു, പിന്നെ UP-യിൽ പഠിക്കുന്നു, പിന്നെ ഹൈസ്കൂൾ പഠിക്കുന്നു, പിന്നെ +1 +2 കഴിയുന്നു, പിന്നെ കോളേജിൽ പോകുന്നു, കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ജോലിക്ക് വേണ്ടി പോകുന്നു. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനിൽ പോകുന്ന പോലെ തന്നെയാണ്. ട്രെയിനിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാക്ക് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ലെയ്ഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഈ ട്രെയിൻ പോകുന്നത് എന്നുള്ളതും ഓൾറെഡി തീരുമാനിച്ച സംഭവമാണ്. നമ്മൾ അതിൽ ഇരുന്ന് കൊടുത്താൽ മതി, നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കോളും. റൈറ്റ്. അപ്പോൾ സ്കൂളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഏകദേശം പല പല ചോയ്സുകൾ ഉണ്ടെങ്കിലും അത് ഏതാണ് നമ്മൾ എടുക്കുന്നത് അതിലൊരു സിംഗിൾ പാത്തിൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്യാണ്. റൈറ്റ്. എന്നാൽ അതേസമയം വൺസ് നിങ്ങൾ എഡ്യൂക്കേഷൻ ഫിനിഷ് ചെയ്തിട്ട് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കടന്നു നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് രീതിയിൽ സർവീസ് കാര്യങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കടന്നു. അപ്പോൾ അവിടെ എത്തുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ട്രെയിനിന് പകരം, അതുപോലെ തന്നെ ഒരു ഫിക്സ്ഡ് ട്രാക്കിന് പകരം നിങ്ങൾക്കൊരു കാറും തന്ന് അതിൻ്റെ താക്കോലും തന്നിട്ട് നിങ്ങളോട് പറയാണ് ഇഷ്ടം പോലെ റോഡുണ്ട്, ഇവിടെ മില്യൺസ് ഓഫ് റോഡ്സ് ഉണ്ട്, ഇതിലേതിൽ വേണമെങ്കിലും ഓടിച്ചോ, ഗുഡ് ലക്ക് എന്ന്. ആരും നിങ്ങളോട് പറയില്ല ഏതെടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇതിൽ ഏതെടുത്താലും എവിടെ എത്തും എന്നുള്ളത്. യു ആർ സിംപ്ലി എക്സ്പെക്റ്റഡ് ടു ചൂസ് ആൻഡ് ഡ്രൈവ്. ഇവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അധികം സ്ട്രഗിൾ ചെയ്യുക. കാരണം ഓലെ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഓല് പഠിച്ചിട്ടുള്ളത് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാത്ത് അത് ഫോളോ ചെയ്യാന്നുള്ളതാണ്. But they never ask a dangerous question. That is, what kind of life is worth building for me? ഈ സംഭവത്തിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനും ഇതിൻ്റെ ഒരു വിക്ടിം തന്നെ ആയിരുന്നു. ഞാൻ ഒരു CA സ്റ്റുഡൻ്റ് ആയിരുന്നു. CA സെമി ക്വാളിഫൈഡ് ആണ്. ഇൻ്റർ കഴിഞ്ഞ് കുറച്ച് കാലം ട്രെയിനിങ്ങും കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ CA എടുക്കുമ്പോൾ ഞാൻ അന്ന് വിചാരിച്ചിരുന്ന സംഭവം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു കരിയർ, നല്ല റെസ്പെക്റ്റ് ഉണ്ടാവും, നല്ല പവർ ഉണ്ടാവും, അത്യാവശ്യം പൈസ ഉണ്ടാക്കാമെന്നുള്ള മൈൻഡോട് കൂടിയാണ് എനിക്ക് വന്നിരുന്നത്. പിന്നെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ചലഞ്ചസ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാനൊരു ചലഞ്ചായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. അതൊരു രസം തന്നെ ആയിരുന്നു അന്ന് ക്ലിയർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ, എക്സാമിന് പഠിക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പിന്നീട് ഇതിൻ്റെ റിയൽ വേൾഡ് ട്രെയിനിങ്ങിലേക്ക് കടക്കുമ്പോഴാണ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് മോശമാണെന്നോ ഇത് എന്താ പറയുക ഉപകാരമില്ലെന്നല്ല, പക്ഷേ ഇതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട സംഭവങ്ങൾ ഇതിൽ കിട്ടൂല എന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് വേണ്ട ഒരു ലൈഫല്ല ഇത് ബിൽഡ് ചെയ്ത് തരാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എനിക്ക് വേണ്ടിയിരുന്നത് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെയുള്ള. അത് തന്നെ അത് പ്രകാരം കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. CAക്കും ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ടാക്സും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യൽ തന്നെയാണ്. പക്ഷേ എനിക്ക് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് എന്ന് പറയുന്നത് ആൾക്കാർ ഒരു ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ഓരോ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ എപ്പോൾ വർക്ക് ചെയ്യണം,
എവിടുന്ന് വർക്ക് ചെയ്യണം, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടണം, കുറച്ചുകൂടി ഒരു ഓട്ടോണമി വേണം എന്നൊക്കെയുള്ള രീതിയിലാണ്. അതുകൂടാതെ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഹെൽത്തും ഫാമിലി ലൈഫും അതുപോലെ ഹാപ്പിനെസ്സും ഇങ്ങനത്തെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അതല്ല എനിക്ക് പറ്റിയൊരു പാത്ത്. അങ്ങനെ അതിൻ്റെ ഒരു പാത്ത് ചേഞ്ച് ചെയ്തത്. സോ ഇനി ബാക്ക് ടു ദ മെയിൻ കണ്ടന്റ്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട സംഭവമാണ്, നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലൈഫിൽ ആക്ച്വലി ഇൻ്റലിജൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ, നോയിങ് വാട്ട് വി വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്. നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടൊരു ബുക്കായിരിക്കും ഇക്കിഗായ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്താണ് ഇക്കിഗായ് എന്നുള്ളത്. അപ്പോൾ ഇക്കിഗായ് എന്നുള്ള സംഭവം നമുക്ക് ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് അതൊരു ഡിസിഷൻ ഫിൽട്ടർ ആയിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഗോൾസ്, അല്ലെങ്കിൽ നമ്മൾ ഏത് കരിയറാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലൈഫാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഫിൽറ്ററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇക്കിഗായ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെയിനായിട്ട് ജസ്റ്റ് ഫോളോ യുവർ പാഷൻ എന്നുള്ളതിന് പകരം നമ്മളിപ്പോൾ ഒരു സംഭവം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം വാട്ട് യു ലവ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് ദ വേൾഡ് നീഡ്സ് ആൻഡ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. അങ്ങനെ 4 സംഭവങ്ങളുടെ ഒരു ഇൻ്റർസെക്ഷനാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടൊരു സംഭവം, നിങ്ങൾക്ക് അത്യാവശ്യം അത് ചെയ്യാനുള്ള സ്കില്ലുണ്ട്, അതുപോലെ തന്നെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് അത് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് അത്യാവശ്യം ഏൺ ചെയ്യാനും പറ്റും. ഈ 4 സംഭവങ്ങളുടെ ഒരു ഇൻ്റർസെക്ഷനാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു ഡിസിഷൻ ഫിൽറ്ററായി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഫീഡിലൊക്കെ വരുന്ന പോലെ അല്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമുക്ക് ഇതൊന്നുകൂടി ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഒരു ഇൻട്രിൻസിക് പുള്ള് വേണം നമ്മൾ ഏതൊരു സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിലും. അതായത് ഇക്കിഗായ് പ്രകാരം നോക്കുകയാണെങ്കിൽ വാട്ട് യു ലവ് എന്നുള്ളത്. അപ്പോൾ വാട്ട് യു ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമുക്കൊരു ഇഷ്ടപ്പെട്ട സംഭവം എന്നല്ല, അതിന് പകരം കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് വരാം. ആക്ച്വലി ഏത് ആക്ടിവിറ്റീസാണ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നത്, എനർജൈസ് ആയി തോന്നുന്നത്, ഇന്നെ ഡ്രെയിൻ ചെയ്യണതിൻ്റെ പകരം. ഇപ്പോൾ ചില സംഭവങ്ങൾ, ചില വർക്കുകളൊക്കെ ഉണ്ടാവും, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ തോന്നില്ല. അത് ഇനി ആ ഒരു വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ പ്രോക്കാസിനേറ്റ് ചെയ്ത് വെക്കും. ശരിക്കും നമുക്ക് തീരെ ഇഷ്ടമല്ല ചെയ്യണത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡ്രെയിൻഡ് ആവും, മെൻ്റലി ഡ്രെയിൻഡ് ആവും. അപ്പോൾ ഏതാണ് നമ്മളെ ആക്ച്വലി എനർജൈസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളത് നോക്കുക. ഇനി ഈവൻ ഇപ്പോൾ ആ ഒരു സംഭവം ചെയ്യുന്ന പല സമയങ്ങളിലും ഒരുപാട് ബോറടിക്കുന്നുണ്ടെങ്കിലും കുറേ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിലും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംഭവം നോക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അതിനിപ്പോൾ ആരും എന്നെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ക്ലാപ്പ് ചെയ്യാനോ ഒന്നും ഇല്ലെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ക്രിറ്റീരിയ ആയി വാട്ട് യു ലവ് എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഈ കോഗ്നേറ്റീവ് പെർഫോമൻസ്, അതുപോലെ ഫിസിക്കൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, നമ്മളെ ഡയറ്റിനെ കുറിച്ച് പഠിക്കുന്നത്, സ്ലീപ്പിനെ കുറിച്ച് പഠിക്കുന്നത്, അതേപോലെ ഇതിൻ്റെയൊക്കെ സൈക്കോളജി, സയൻസ്, മിത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്ടിവിറ്റി, ഫോക്കസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇങ്ങനെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ടോപ്പിക്സുകളെ കുറിച്ച് പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് നാച്ചുറലി. ഇനിയിപ്പോൾ ആരും ഇത് കാണാനില്ലെങ്കിലും എനിക്ക് ഓഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഓൾറെഡി ചെയ്തിരുന്ന സംഭവങ്ങളാണ്. ഈവൻ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഞാനത് അപ്ലോഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിലും കാണാനില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഈ സംഭവം കണ്ടിന്യൂ ചെയ്യും. കാരണം എന്താ വെച്ചാൽ വൺസ് അപ്പോൺ എ ടൈം ഐ വാസ് ഇൻ നോ ബഡി, ഫുൾ ആക്നെയായി, സ്കിന്നി ബോഡി, അതുപോലെ തന്നെ ഒന്നുമില്ല, ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാത്ത ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാളേന്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫസ്റ്റ് എന്തൊരു സാധനം ഒരു വാനിറ്റി മെട്രിക്സിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടാവുക. ഞാനും എല്ലാവരും ഐ വാണ്ട് ടു പ്രൂവ് എവരിബഡി റോങ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നല്ല. നൗ ഐ ലവ് ഡൂയിങ് ദിസ് ആൻഡ് ഐ എം ഡൂയിങ് ദിസ് ഫോർ പ്രൂവിങ് മൈ സെൽഫ് റൈറ്റ്. വേറെ ആരും മുമ്പിൽ കാണിക്കാനോ കാര്യങ്ങളൊന്നും അല്ല. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടതാണ് കോമ്പറ്റൻസ് ആൻഡ് ലെവറേജ്. ഇക്കിഗായിൻ്റെ സർക്കിൾസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ കൂട്ടത്തിലുള്ള അധികം ആൾക്കാരും ഫോക്കസ് ചെയ്യാൻ എന്തെങ്കിലുമായിരിക്കും അറിയോ? സ്പെഷ്യലൈസേഷനിലായിരിക്കും. ഈ സ്പെഷ്യലൈസേഷനിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം വന്നത് തന്നെ ഏകദേശം ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ടൈമിലാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാറൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ, ഒരാൾ തന്നെ ഈ കാറിൻ്റെ ഡിസൈനിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്സുകൾ വെക്കലും അതുപോലെ ഇതിൻ്റെ ടയറും കാര്യങ്ങളും വെക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യലും എല്ലാ പ്രോസസ്സും തുടക്കം തൊട്ട് അവസാനം വരെയുള്ള സംഭവം ഒരാളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാർ ഉണ്ടാക്കാൻ നല്ല ടൈം എടുക്കും. അതേസമയം ഓരോരോ പ്രോസസ്സിലും ഓരോ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിസൈനിങ് വേറെ ടീം, പെയിൻറ്റിങ് വേറെ ടീം, പാർട്സ് വെക്കുന്നത് വേറെ ടീം, ടെസ്റ്റിങ് വേറെ ടീം, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഈ വർക്ക് നടക്കുന്ന ഈ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി നല്ല രീതിയിൽ കൂടുന്നത് പോലെ നോട്ടീസ് ചെയ്തു ഇൻഡസ്ട്രിയലൈസേഷൻ ടൈമിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നതാണ് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലൈസ്ഡ് റോൾ എന്നുള്ളത്. നമ്മളെ സ്കൂൾ സിസ്റ്റവും ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നത് ഏകദേശം ഈ രീതിയിലാണ്. സ്പെഷ്യലൈസേഷൻ ഒരു സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷേ ലൈഫിൽ നിങ്ങളിപ്പോൾ സ്പെഷ്യലൈസേഷനിലാണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന പ്രശ്നങ്ങളാണ്. ആർക്കും ആണെങ്കിലും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതേ സ്കില്ല് പഠിച്ചു വരുന്ന അടുത്ത ആൾക്ക് നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടും കുറച്ച് സാലറി മതി എന്നുണ്ടെങ്കിൽ നിങ്ങളെ പകരം ഇവനെ വെക്കാൻ ആ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് പറ്റും. അതുകൂടാതെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സംഭവത്തിൽ മാത്രം നിങ്ങൾക്ക് നോളജ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റൺ ചെയ്യാൻ കഴിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ആരെങ്കിലും പൈസ തരണമെന്നുണ്ടെങ്കിൽ, ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ആകെ ഒരു ഒറ്റ സാധനത്തിൽ സ്കില്ലുള്ളൂ. അപ്പോൾ ഇത്
വേറെ ആളെ കീഴിൽ ജോലിക്ക് നിന്നാണ്ട് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഏതൊരു സിഇഒനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫൗണ്ടേഴ്സിനെ നോക്കുകയാണെങ്കിലും ക്രിയേറ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിലും ഒക്കെ ഇവരൊന്നും സ്പെഷ്യലിസ്റ്റുകളല്ല. ഒരു സാധനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരല്ല. പകരം ഇവരൊക്കെ ജനറലിസ്റ്റുകളാണ്. ഓരിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഓർക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അവിടുത്തെ ആൾക്കാരെ എങ്ങനെ ലീഡ് ചെയ്യണം അത് ഓർക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടാവും. സെയിൽസും അതുപോലെ സൈക്കോളജിയും ഇങ്ങനത്തെ സാധനങ്ങൾ ഓർക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. പ്രൊഡക്റ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഓർക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാനും അഡാപ്റ്റ് ചെയ്യാനും ഓല് റെഡി ആകാരം. ഈ ലോകം എന്ന് പറയുന്നത് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് അഡാപ്റ്റബിലിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളെ ഔട്ട്ലേഴ്സ് ക്ലബ്ബ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ലൈവ് സെഷൻ നടത്തിയിരുന്നു, ഗസ്റ്റ് സെഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തിരുന്ന ഒരാളേനും അംബ്രാസ് കേട്ടി എന്ന് പറഞ്ഞിട്ടുള്ള എഡ്എക്സ് ലൈഫ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മൂപ്പര് ആ ലൈവിൽ പറഞ്ഞൊരു സംഭവമാണ്, ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്കില്ല് അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു സ്കില്ലാണ് അഡാപ്റ്റബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഔട്ട്ലേഴ്സ് ക്ലബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഫോർ മെൻ ആൻഡ് ബോയ്സ് ഹു വാണ്ട് ടു ബിൽഡ് എ ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈൽ. ഫിസിക്കൽ ഹെൽത്തും ഫിറ്റ്നസ്സും അതുപോലെ മെൻ്റൽ ഹെൽത്തും അതുപോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒപ്പം ഇതേ ജേണിയിലുള്ള ആൾക്കാരേറ്റും ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഫോം ചെയ്ത് ഒരു നെറ്റ്വർക്കൊക്കെ ഫോം ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഗോളോട് കൂടി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിലൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ ഇവൻറ്റ് കാര്യങ്ങൾ നടക്കുന്നത്, ഇതെങ്ങനെയാണ് ഉപകാരപ്പെടുക എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ആ വെബ്സൈറ്റിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും. സോ ബാക്ക് ടു ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ സിഇഒസിനെയും അതേപോലെ തന്നെ എൻ്റർപ്രണേഴ്സിനെയും ഫൗണ്ടേഴ്സിനെയും കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് മാത്രമല്ലാതെ ഓൾക്ക് വേറൊരു കഴിവുണ്ട്. അതെന്താണെന്നറിയോ? പല ഡിഫറെൻറ്റ് ഡൊമൈനുകളിലുള്ള ഐഡിയാസ് തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ആരും കാണാത്ത കണക്ഷൻസ് ഉണ്ടാവുമല്ലോ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള, അത് കാണാനുള്ള ഒരു കഴിവ് വെൽക്കുണ്ടാവും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. അതായത് എല്ലാം ഫോക്കസ് ചെയ്യുന്ന ആൾക്ക് ഒന്നിലും ഒരു കഴിവുണ്ടാവില്ല എന്നുള്ള രീതിയിൽ. നമ്മൾ ഒറ്റൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അടിപൊളിയാവും. അല്ല നമ്മളെല്ലാം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലും കഴിവുണ്ടാവില്ല എന്നുള്ളത്. അത് ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. എപ്പോൾ അറിയും? ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീല് കാണാൻ ട്രേഡിങ് ചെയ്താൽ നല്ല പൈസ ഉണ്ടാക്കുക, കുറേ കാർ വാങ്ങണം, അങ്ങനത്തെ റീൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ട്രേഡിങ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് നല്ല ലോസ് വന്നു. അപ്പോൾ നമ്മളത് നിർത്തി. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഡ്രോപ്പ് ഷിപ്പിംഗ് നല്ല പരിപാടിയാണ്, കുറേ ആൾക്കാർ അതിന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. അത് നിർത്തിയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എഡിറ്റിംഗ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള നല്ല യൂട്യൂബേഴ്സിനും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല പൈസ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് നിർത്തിയാണ്ട് അത് സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏത് യൂട്യൂബേഴ്സ് നമ്മളെ ഹയർ ചെയ്യണില്ല, കാരണം നമ്മൾ സ്കില്ല് കുറവാണ്. അപ്പോൾ നമ്മൾ അത് നിർത്തി. എന്നിട്ട് നമ്മൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഇറക്കാമെന്നുള്ള വിചാരിച്ചു. ഇങ്ങനെ മാറി കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, എയിലും എനിക്ക് സ്കില്ല് വരില്ല. ഒന്ന് തുടങ്ങും, അതിനൊരു ഡോപ്പമിൻ കിട്ടും, സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡോപ്പമിൻ കിട്ടും, പിന്നെ മനസ്സിലാക്കുന്നു ഇത് ബുദ്ധിമുട്ടാണ്, പിന്നെ നിർത്തുന്നു, അടുത്ത് തുടങ്ങും, അത് നിർത്തുന്നു, അടുത്ത് തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടത്തരാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഒരുപാട് അൺറിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവത്തിന് പകരം കണക്റ്റഡ് ആയിട്ടുള്ള ഡിഫറൻറ്റ് സംഭവങ്ങൾ, ഡിഫറൻറ്റ് സ്കില്ലുകൾ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ സ്റ്റീവ് ജോബ്സിൻ്റെ കേസ് നോക്കി നോക്കി, അല്ലെങ്കിൽ ഇലോൺ മസ്കിൻ്റെ കേസൊക്കെ നോക്കി നോക്കി. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് പറയുന്നത് കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. മൂപ്പര് ഏതൊരു സാധനത്തിലും ഭയങ്കര സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിൽ വലിയ ഹൈ ക്വാളിഫിക്കേഷൻ നേടിയ ഒരാളെന്നല്ല. മൂപ്പർക്ക് ഡിസൈനിങ്ങിൽ കഴിവുണ്ട്, പിന്നെ ടെക്നോളജിനെ കുറിച്ച് മൂപ്പർ സെൽഫ് ലേൺ ചെയ്തു. പിന്നെ മൂപ്പർക്ക് ഒരു യുണീക്ക് സ്റ്റൈൽ ഓഫ് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു, വേറെ ആരും ചെയ്യാത്ത രീതിയിൽ മൂപ്പരെ പ്രൊഡക്റ്റുകൾ യുണീക്ക് ആക്കിയാണ്ട് ആ ഒരു ഇതിലൊരു മൊണോപ്പൊളി ആക്കിയാണ്ട് തന്നെ ബിൽഡ് ചെയ്ത് ഓലെ ആപ്പിളിനെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സ്കില്ലുകൾ കമ്പൈൻ ചെയ്താണ്ട് മൂപ്പർ എന്ത് ചെയ്തു, മൂപ്പർ ഒരു അടിപൊളി ലീഡറായിരുന്നു. ആൾക്കാർ അബ്യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും പറയുന്ന സംഭവങ്ങൾ ചെയ്ത് കാണിക്കാനുള്ള അല്ലെങ്കിൽ അത് ആക്ച്വലി എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പല സ്കില്ലുകളും കൂടിച്ചേർന്നാണ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു കമ്പനി മൂപ്പർ ബിൽഡ് ചെയ്ത്. ഇലോൺ മസ്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, അതുപോലെ തന്നെ ബിസിനസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ്ട് ഇപ്പോൾ ഇതിലെല്ലാത്തിലും ഇപ്പോൾ റോക്കറ്റ് ഉണ്ടാക്കുന്ന കേസിൽ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും മൂപ്പർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ല. പക്ഷേ മൂപ്പർ സെൽഫ് ലേൺ ചെയ്താണ്ടും അതുപോലെ തന്നെ ഒരുപാട് സ്കില്ലുകൾ കൂട്ടിച്ചേർത്താണ്ടും ബിൽഡ് ചെയ്തെടുത്ത സംഭവങ്ങളാണ് മൂപ്പര കമ്പനികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ജനറലിസ്റ്റുകൾ ഇങ്ങനത്തെ ബിസിനസ്സും ഇങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ലോകത്തിൽ ബില്യണർ ആവണമെന്നൊന്നുമില്ല, ഓലതായിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കും. പിന്നെ ഈ സ്പെഷ്യലിസ്റ്റുകളാണ് ഓല കീഴിൽ ജോലി എടുക്കാൻ പോവുക. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാം, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് കുറച്ചിങ്ങനെ ഡൈവേർട്ട് ആയി തോന്നുന്നുണ്ട്. നമ്മളെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വാട്ട് യു ആർ ഗുഡ് അറ്റ്, അതായത് നിങ്ങളെ കോമ്പറ്റൻസ്, നിങ്ങളെ ലെവറേജ് നോക്കാമെന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവങ്ങളാണ് ബാക്കിയുള്ളവരെക്കാട്ടും ഫാസ്റ്റ് ആയിക്കാണ്ട് പഠിക്കാൻ പറ്റുക, എനിക്ക് നാച്ചുറലി ഒരു അഡ്വാൻറ്റേജ് ഉള്ള, നാച്ചുറലി കുറച്ചും കൂടി ഒരു ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുകൾ, അത് നോക്കുക. ഓൾറെഡി ആൾക്കാർ എൻ്റെ അടുത്തേക്ക് ഹെൽപ്പിന് വേണ്ടി വരുന്ന സംഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്ത്, നമുക്ക് ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ബാക്കിയുള്ളവർ നമ്മളോട് ഹെൽപ്പ് ചോദിക്കുന്ന ചില സാധനങ്ങളുണ്ടാവും. അതേതാ നോക്കാം. ഏതൊക്കെ ഡിഫറൻറ്റ് ഡൊമൈൻസിലാണ് ഓൾറെഡി എനിക്ക് സ്കില്ലുള്ളത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇൻട്രസ്റ്റോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ കണക്ട് ചെയ്താണ്ട് എനിക്ക് ഒരു ഒറ്റ സാധനം ബിൽഡ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു സംഭവം നോക്കുക.
പിന്നെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേണി അതുപോലെ ഈ ഡിസിപ്ലിനും ഫിറ്റ്നസ്സും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. ഇത് സംബന്ധിച്ച് എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, അതാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതുപോലെ റൈറ്റിംഗ് ഇഷ്ടമാണ്, അതാണ് എൻ്റെ സ്ക്രിപ്റ്റ്സ്. അതുപോലെ തന്നെ എനിക്ക് സയൻസും ഇങ്ങനത്തെ സംഭവങ്ങളും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒറ്റൊരു സംഭവമല്ല, പകരം കുറച്ച് ഇങ്ങനെ റിലേറ്റഡ് ടോപ്പിക്സുകളെ കുറിച്ച് പഠിക്കണം എനിക്ക് ഇഷ്ടമാണ്, അതിൻ്റെ ബാക്കിലുള്ള സയൻസും സൈക്കോളജിയൊക്കെ. അപ്പോൾ അതാണ് എൻ്റെ ലേണിംഗ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എനിക്ക് കണക്ട് ചെയ്താണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ രീതിയിൽ എനിക്ക് കണ്ടൻറ്റുകളാക്കിയാണ് പുറത്തിറക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പല സ്കില്ലുകളുണ്ടാവും, ഇതൊക്കെ കണക്ട് ചെയ്താണ് നിങ്ങൾക്ക് എങ്ങനെ ഒരു പുതിയൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റുക. നിങ്ങളെ നാച്ചുറൽ അഡ്വാൻറ്റേജ് ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എന്താണ്, ഇങ്ങനെ ഒരുപാട് സംഭവത്തിൻ്റെ കോമ്പിനേഷൻ ആയിക്കാണ്ട് വരുന്ന ആൾക്കാർ വളരെ റെയർ ആയിരിക്കും. ഇനി മൂന്നാമത് നിങ്ങൾ നോക്കേണ്ട സംഭവമാണ് വാല്യൂ ക്രിയേഷൻ എന്നുള്ളത്, വാട്ട് ദ വേൾഡ് നീഡ്സ്. ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾ നോട്ട് ബുക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് നല്ല സ്മെല്ലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതെങ്ങനെ എനിക്കൊരു ബിസിനസ് ആക്കാം, ഞാൻ അതിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, വാട്ട് യു ലവ് എന്നുള്ളത് അവിടെ സാറ്റിസ്ഫൈ ആയി. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി അതിൽ ഗുഡാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, അതിനുള്ള സംഭവങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു, എങ്ങനെയാണ് ഒരു നോട്ട് ബുക്കിൽ നല്ലൊരു സ്മെല്ല് കൊണ്ടുവരാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ 2 സിറ്റുവേഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നിങ്ങൾ അതൊരു ബിസിനസ് ആയിക്കാണ്ട് ഇറക്കാൻ വിചാരിക്കുകയാണ്. ഒരുപാട് എമൗണ്ട് ലോണൊക്കെ എടുത്തിട്ട് നിങ്ങളൊരു സംഭവത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ തുടങ്ങിയിട്ട് ഇങ്ങനൊരു എന്താ പറയുക, ഒരു സ്റ്റിക്കർ ടൈപ്പ് ഒരു സംഭവം ഇറക്കണം വിചാരിച്ചു. അത് നോട്ട് ബുക്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് ഉണ്ടാവും നോട്ട് ബുക്കിന്. അപ്പോൾ നിങ്ങൾ ലോണൊക്കെ എടുത്ത് ഒരുപാട് പൈസ ഒക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താണ്ട് ഇങ്ങനെ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ എടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ സംഭവങ്ങൾ കൊണ്ടുവച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഓരോ സൂപ്പർ മാർക്കറ്റിൽ 1 or 2 യൂണിറ്റൊക്കെ സോൾഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ സംഭവം എനിക്കിഷ്ടമാണ്, സംഭവം ഞാൻ ഉണ്ടാക്കണതിൽ അടിപൊളിയാണ്, പക്ഷെ ആർക്കും ഇത് ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഏതൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആസ്ക് ചെയ്യേണ്ട സംഭവമാണ്, ശരിക്കും ഇത് ആൾക്കാർക്ക് ആവശ്യമുണ്ടോ, ഈ ഒരു സംഭവമായിട്ട് എന്ത് പെയിനിലാണോ ഓല് നിൽക്കുന്നത്, ഓൽക്ക് ശരിക്കും ഒരു പെയിൻ ഉണ്ടോ, ആ ഒരു പെയിന് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊടുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസ് കൊടുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുന്നു കഴിഞ്ഞാൽ ആ ഒരു പെയിൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, ശരിക്കും അവിടെ ഒരു പെയിൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ശരിക്കും ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. സിംപ്ലി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഡു പീപ്പിൾ ആക്ച്വലി നീഡ് ഇറ്റ്, ആൾക്കാർക്ക് ശരിക്കും ഇത് ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഈ ഒരു സ്കില്ല് കുറച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് എന്താ അറിയണ്ടാവില്ല, ഓലെ പെയിൻ എന്താണെന്നുള്ള അറിയണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സംഭവം വർക്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഡിസിപ്ലിനും പ്രൊഡക്ടിവിറ്റി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതും ലൈഫിൽ കൊണ്ടുവരണമൊക്കെ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ ഈ ആക്ച്വലി ആൾക്കാർക്ക് അത് ആവശ്യമുണ്ടോ എന്നുള്ള ക്രിറ്റീരിയ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഡൗൺവേർഡ് സ്പൈറലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ആൾക്കാർ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും ഇങ്ങനെ കൂടി വരിക, ഇഷ്ടം പോലെ ഹോട്ടലുകൾ തുറക്കുക, ഏറ്റവും കംഫർട്ട് കൂടി വരിക, എല്ലാ സംഭവങ്ങളും ആക്സസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈസി ആയിട്ട് ആക്സസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. വർക്കൗട്ടും കാര്യങ്ങളും ഫിസിക്കൽ ആക്ടിവിറ്റിയും കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ സ്റ്റിമുലേഷൻ്റെ കേസാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയൻ്റെ കേസാണെന്നുണ്ടെങ്കിലും മറ്റ് അഡിക്ഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലോകത്ത് നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇനി ഡിമാൻഡ് കൂടെ ഉള്ളൂ, റൈറ്റ്. അപ്പോൾ അതിന് ആൾക്കാർക്ക് ആക്ച്വലി അതെന്തുണ്ട് ആവശ്യമുണ്ട്. ഇനി അവസാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്, നിങ്ങൾക്കിത് സംഭവം ഇഷ്ടമാണ്, നിങ്ങളത് ചെയ്യണതിൽ നിങ്ങളതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ ഓൾറെഡി യു ആർ ഗുഡ് അറ്റ് ഡൂയിങ് ഇറ്റ്, നിങ്ങൾക്ക് കോമ്പറ്റൻസ് ലെവറേജ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ലാസ്റ്റ് നിങ്ങൾ നോക്കേണ്ടതാണ് ക്യാൻ ഐ ആക്ച്വലി മേക്ക് മണി ഫ്രം ഇറ്റ്. അതായത് ഇക്കിഗായിൻ്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് പീപ്പിൾ പേ ഫോർ. ഇവിടെ നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഈ 3 സംഭവങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ 3 ഫിൽറ്ററും നിങ്ങൾ കവർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ 4ാമത്തെ സംഭവം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട സംഭവങ്ങളാണ് ശരിക്കും ഇതിന് ആൾക്കാർ പേ ചെയ്യാൻ തയ്യാറാണോ, ഈ ഒരു സംഭവത്തിൽ നിന്ന് ഓൾറെഡി ആൾക്കാർ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 എക്സാമ്പിളുകളെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ലോകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് ആൾക്കാർ ഏൺ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സംഭവം വെച്ചിട്ട് എനിക്ക് ഫ്യൂച്ചറിൽ ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റും. അതായത് എനിക്കിപ്പോൾ ഒരു മാക്സിമം ഒരു 10 ക്ലയൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് കാലാകാലം മാക്സിമം ഈ 10 ക്ലയൻറ്റ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇനി ഇതിൻ്റെ മുകൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് ഓൾറെഡി ആൾക്കാർ പേ ചെയ്യുന്നുണ്ടോ, ഇതിന് ഇത്ര എക്സാമ്പിൾസ്, ഒരു 2-3 എക്സാമ്പിൾസ് എനിക്ക് ഓൾറെഡി ഉണ്ടോ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ എനിക്കിത് ഫ്യൂച്ചറിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ സംഭവം നിങ്ങൾ ചോദിക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ കോമ്പിനേഷൻ ഓഫ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്നുള്ള ഏരിയാസിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് വെച്ചാണ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ എനിക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റവന്യൂ ആയിക്കാൻ നമുക്ക് കൂട്ടാം, യൂട്യൂബ് ആഡ് റവന്യൂ ഉണ്ട്,
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചേർഡ് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള പക്ഷേ ഓലെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് സെല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അനദർ ഡിജിറ്റൽ പ്രൊഡക്ട്സുകൾ, ആപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഫിറ്റ്നസ്സൊക്കെ ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ആപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഇറക്കാൻ പറ്റും കൊളാബറേറ്റ് ഒക്കെ ചെയ്താണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെർച്ച്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ, വർക്കൗട്ടിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്കോ കാര്യങ്ങളോ ഇങ്ങനത്തെ ഇറക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്യുന്ന സംഭവമായിട്ടുള്ള അതിൻ്റെ കമ്മ്യൂണിറ്റി, ആ സംഭവം ഒരു ബിസിനസ് മോഡലാണ്, അതിന് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്യാൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 കവർ ചെയ്തു, നോയിങ് വാട്ട് വി വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്. ഈ കിഗായിൻ്റെ 4 സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ടു ആക്ച്വലി ഗെറ്റ് ഇറ്റ് എന്നാണ്. വേറെ സിസ്റ്റത്തിലോ വേറെ ആൾക്കാരൊക്കെ പെർമിഷൻ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ലക്കിലോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആക്ച്വലി നമ്മളിപ്പോൾ ഈ പറഞ്ഞ വി നോ വാട്ട് വി വാണ്ട് ഔട്ട് ഓഫ് ലൈഫ്, ഇനി ഇതെങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ലൈഫാണോ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഒരു 3 ജനറൽ സ്കിൽസ് വെച്ചാണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. 3 സംഭവങ്ങൾ: ലേണിംഗ് ഹൗ ടു ലേൺ, ലേണിംഗ് ഹൗ ടു തിങ്ക്, ലേണിംഗ് ഹൗ ടു ഏൺ. ലേണിംഗ് ഹൗ ടു ലേൺ വെച്ചാണ് നമ്മളിപ്പോൾ എന്ത് ലൈഫ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിച്ചാലും ആ ലൈഫ് നമുക്ക് എന്ത് വേണ്ടി വരും, അതിൽ ഓരോ സ്കില്ലുകൾ നമ്മൾ പഠിക്കേണ്ടി വരും. റൈറ്റ്, നമ്മൾ വേറെ ആൾക്കാർക്ക് സർവീസോ പ്രൊഡക്റ്റ് എന്ത് പ്രൊവൈഡ് ചെയ്യണമെങ്കിലും അതിൽ നമ്മൾ സ്കില്ല് പഠിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്കില്ല് പഠിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് നോളജ് അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റാസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൺസ്യൂം ചെയ്യുക എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നെ എക്സാമിന് നമ്മളോട് ഇതൊക്കെ ചോദിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അവിടെ പോയാണ് അങ്ങനെ ഛർദ്ദിക്കുക. എന്നിട്ട് അതിൽ എത്രത്തോളം മാർക്ക് കിട്ടണോ അത്രത്തോളം നമുക്ക് നോളജ് ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ലൈഫിൽ സ്കില്ല് പഠിക്കുന്നത് അങ്ങനെയല്ല. ലൈഫിൽ സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ പുതിയൊരു സംഭവം പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഫസ്റ്റ് തന്നെ ഒരുപാട് അതിനെക്കുറിച്ച് റെഫർ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാം. അത് ചെയ്തിട്ട് അതിൽ സ്റ്റക്കാവും, അതിൽ മിസ്റ്റേക്കുകൾ വരുത്തും. എന്നിട്ട് അതിന് നമ്മൾ ഫീഡ്ബാക്കുകൾ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ പുറത്ത് യൂട്യൂബിലോ എവിടെ വെച്ച് കഴിഞ്ഞാൽ അത് റെഫർ ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ സംഭവം ചെയ്യുക, നേരത്തെ ചെയ്തതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. സിമ്പിൾ എക്സാമ്പിളോട് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ ആൾക്കാർ എങ്ങനെ ചിന്തിക്കുക വെച്ചാൽ, എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെക്കുറിച്ച് എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞാൽ പോലെ യൂട്യൂബിലൂടെ ഇങ്ങനെ കൺസ്യൂം ചെയ്യുക, എങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ സംസാരിക്കാം, എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്താന്നൊക്കെ. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് ചെയ്താണ്ട് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ട് നിങ്ങൾ നേരെ വീഡിയോ എടുത്തു. അങ്ങനെ വീഡിയോ എടുത്തു, ഭയങ്കര പൊട്ടത്തരങ്ങളാണ് പറയണത്, അല്ലെങ്കിൽ സംസാരിക്കാൻ കിട്ടുന്നില്ല, എന്തൊക്കെയോ വിളിച്ച് പറയണം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വോയിസ് നോക്കുകയാണ്, എൻ്റെ സൗണ്ട് തീരെ ക്ലാരിറ്റി ഇല്ല, ഞാൻ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവില്ല, എനിക്ക് തന്നെ മനസ്സിലാവണില്ല ഞാൻ എന്താ പറയണമെന്നുള്ളത്. ഞാൻ ടോപ്പിക്കുകളൊക്കെ അവിടെയും ഇവിടെയും തൊടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് വീഡിയോൻ്റെ വോയിസ് കേട്ടാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ വീഡിയോൻ്റെ വോയിസ് ഓഫ് ആക്കിയിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണോ അതോ റിയൽ ആണോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോൻ്റെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ നിന്ന് വേറെ ആൾക്കാർക്ക് ഈ ഒരു സംഭവം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നതിൽ നിന്ന് ആ സ്ക്രിപ്റ്റ് എങ്ങനെ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ബന്ധമില്ലാതെ കയറും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലാവും. ഇതെന്താ വെച്ചാൽ മറ്റോലും ഇങ്ങനെ കുറേ സംഭവം ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി ആ സാധനം ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി റെഫർ ചെയ്യും. എന്നിട്ട് റെഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ ആ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മളത് തിരുത്തും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ നമ്മൾ വീണ്ടും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പഠിക്കുക, നമ്മൾ നീന്താൻ പഠിക്കാൻ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ചെയ്തുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാണ്ട് അത് വർക്ക് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ പഠിക്കും. ഡ്രൈവിംഗ് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുക, ഏതൊരു ഫിസിക്കൽ സ്കില്ല് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ലൈഫിൽ ഏതൊരു സംഭവം എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു സ്കില്ല് നമുക്ക് ഇതേപോലെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ലൈഫ് അതിനനുസരിച്ച് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ല് പഠിക്കാൻ പറ്റും. ഇനി രണ്ടാമത്താണ് ലേണിംഗ് ഹൗ ടു തിങ്ക്. ഇതാണ് നിങ്ങളെ ഭാവിയിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഈ ലേണിംഗ് ഹൗ ടു തിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ വെച്ചാൽ ഒരു സെയിം സിറ്റുവേഷനെ തന്നെ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ നോക്കി കാണാനുള്ള കഴിവ്, ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡൊമൈനുകളിൽ നിന്നുള്ള ഐഡിയാസ് കണക്ട് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ പുതിയ ഇൻഫോർമേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെ നോളജ് അല്ലെങ്കിൽ നമ്മളെ ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള മനസ്സ്. ഇപ്പോൾ ഈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഒരൊറ്റ ഐഡിയ അങ്ങനെ പിടിച്ചു നിൽക്കുന്നില്ല. അവർക്ക് മനസ്സിലാവുകയാണ് ഈ സംഭവം ഇറ്റ് നോ ലോങ്ങർ വർക്ക്സ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കണ ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഈ സംഭവം തെറ്റാണെന്നുണ്ടെങ്കിൽ പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഓല അത് അപ്ഡേറ്റ് ചെയ്യും. ഓല ആകെ ഫോക്കസ് ചെയ്യണ എത്രേ ഉള്ളൂ, ദേ ആർ അറ്റാച്ച്ഡ് ടു ഗെറ്റിംഗ് ക്ലോസർ ടു ട്രൂത്ത്, നോട്ട് ആൾവേസ് ബീങ് റൈറ്റ്. അതുകൊണ്ട് തന്നെ ഓൽക്ക് എന്തില്ല,
പോലെ പാത്ത് ചേഞ്ച് ചെയ്യാനോ ഒന്നും കാര്യങ്ങൾക്കൊക്കെ ഒന്നും ഓൽക്ക് പ്രശ്നമല്ല. കാരണം പോല് മനസ്സിലാക്കിയ സംഭവം വർക്ക് ചെയ്യണില്ല മനസ്സിലാവുകയാണെങ്കിൽ ഓല് എന്ത് ചെയ്യും, ഓല് ഓപ്പൺ ആണ്, ഓല് പുതിയ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്, ഓല് പാത്ത് ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ സാഹിൽ ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതർ ഉണ്ട്, മൂപ്പരൊരു സബ്സ്റ്റാക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട്, അത് ഞാൻ വായിച്ചുതരാം. ഐ എം ഇൻക്രീസിംഗ്ലി കൺവിൻസ്ഡ് ദാറ്റ് ദ വില്ലിംഗ്നെസ് ടു ചേഞ്ച് യുവർ മൈൻഡ് ഈസ് ദ അൾട്ടിമേറ്റ് സൈൻ ഓഫ് ഇന്റലിജൻസ്. ദ മോസ്റ്റ് ഇംപ്രസീവ് പീപ്പിൾ ഐ നോ ചേഞ്ച് ദെയർ മൈൻഡ്സ് ഓഫൻ ഇൻ റെസ്പോൺസ് ടു ന്യൂ ഇൻഫർമേഷൻ. ഇറ്റ്സ് ലൈക്ക് എ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ദ ഗോൾ ഈസ് ഇൻ ടു ബി റൈറ്റ്, ഇറ്റ്സ് ടു ഫൈൻഡ് ദ ട്രൂത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഫിക്സ്ഡ് മൈൻഡോട് കൂടി അല്ല നിൽക്കുക. ഓൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഓല അതിനെ സ്വീകരിക്കാൻ രണ്ടും കൈയും നീട്ടി തയ്യാറാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഓല ബിലീഫായിട്ട് അത് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതാണ് ശരി എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ഓല തയ്യാറാണ്. ഓല സോഫ്റ്റ്വെയർ ഓല അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയാണ്. ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ബീയിങ് ക്വസ്റ്റ്യൻഡ് ഇൻ്റലക്ച്വലി. ഇപ്പം നമ്മൾ രണ്ട് സംഭവം മനസ്സിലാക്കി. ലേണിംഗ് ഹൗ ടു ലേൺ ചെയ്തുകൊണ്ട് പഠിക്കുക, ലേണിംഗ് ഹൗ ടു തിങ്ക്. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ കൺസിഡർ ചെയ്യുക. ഇനി മൂന്നാമത് വേണ്ടതാണ് ലേണിംഗ് ഹൗ ടു ഏൺ എന്നുള്ളത്. നമ്മളൊരു സാധനം പൈസക്ക് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കുടുങ്ങേ ഉള്ളൂ. പക്ഷേ പൈസ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഗോൾ അതല്ലെങ്കിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മണി ക്യാൻ ഓൺലി സോൾവ് മണി പ്രോബ്ലംസ്. അപ്പോൾ ആർക്കാണെങ്കിലും ഓർക്ക് വേണ്ട സംഭവങ്ങൾ ലൈഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓലവിടെ സർവൈവൽ മോഡിലാണ്. ഓർക്ക് പൈസ തീരെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓലവിടെ പാനിക്കാവും. ഓർക്ക് വേണ്ട രീതിയിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ ഓർക്ക് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അവിടെ ഓൾക്ക് ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, ഓല് വിചാരിച്ച രീതിയിൽ സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓൾക്ക് വേണ്ട ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഏൺ ചെയ്യാൻ വയ്ക്കണം. നവൽ രവികാന്തിൻ്റെ ഒക്കെ തന്നെ എനിക്ക് കിട്ടിയ പോയിൻ്റാണ്, ഇഫ് യു നോ ഹൗ ടു ബിൽഡ് സംതിങ് ആൻഡ് ഹൗ ടു സെൽ സംതിങ്. അത് സോഫ്റ്റ്വെയറോ പ്രൊഡക്റ്റോ സർവീസോ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, ഒരു സാധനം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതുപോലെ അത് സെല് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഏൺ ആൻഡ് യു വിൽ നെവർ എൻഡ് അപ്പ് മിസറബിൾ. അത്രേ ഉള്ളൂ. രണ്ട് സംഭവങ്ങൾ, നോയിങ് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ലൈഫ് ആൻഡ് നോയിങ് ഹൗ ടു ഗെറ്റ് ഇറ്റ്. നോയിങ് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ലൈഫിന് നമുക്ക് 4 പോയിന്റുകളുണ്ട്. ഇക്കിഗായി വെച്ചാണ് നമ്മൾ യൂസ് ചെയ്തത്, ഫിൽട്ടർ ചെയ്താണ്ട്. വാട്ട് യു ലവ്, വാട്ട് യു ഗുഡ് അറ്റ്, വാട്ട് ദ വേൾഡ് നീഡ്സ് ആൻഡ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വെച്ചാണ് നിങ്ങളെ സംഭവം തീരുമാനിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചു, നിങ്ങളെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഇതെങ്ങനെ ആക്ച്വലി റിയലിസ്റ്റിക്കലി കിട്ടുക എന്നുള്ളതിന് ആകെ 3 സംഭവങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3 സ്കില്ലുകളാണ് നിങ്ങൾ ലേൺ ചെയ്യേണ്ടത്. ലേണിംഗ് ഹൗ ടു ലേൺ, ലേണിംഗ് ഹൗ ടു തിങ്ക്, ലേണിംഗ് ഹൗ ടു ഏൺ. ഇനി അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു 3 പോയിന്റുകളൂടെയും പറയാനുണ്ട്. അത് ഈ ഒരു ഭാഗത്തിൽ പെട്ടതല്ല, ഞാൻ കുറച്ച് ജനറലായിട്ട് സംസാരിക്കണം വിചാരിച്ചാണ്. ഫസ്റ്റ് വൺ ഈസ് ആൾവേസ് ബി ലൈക്ക് എ ചൈൽഡ്. കുട്ടികളെങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടായിരിക്കും, എപ്പോഴും ഒരു ക്യൂരിയസ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ, അതെന്തെങ്ങനെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച്, ആൾക്കാർ ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് പിന്നെ ആ ഒരു സംഭവം പോവുകയാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് എന്നുള്ള സംഭവം ചോദിക്കണില്ല, എന്താണോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികളാവുന്ന സമയത്ത് നമുക്കൊണ്ട് എല്ലാം പോസിബിൾ ആണെന്നുള്ള രീതിയിലേക്ക് നമ്മളെ മൈൻഡ്. നമുക്ക് വേണമെങ്കിൽ ആർട്ടിസ്റ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത്ലറ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് പൈസക്കാരനാവാം, അല്ലെങ്കിൽ നമുക്ക് സിംഗർ ആവാം. അങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇന്ന ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എയറോപ്ലെയിൻസ് ബിൽഡ് ചെയ്യാം, നമുക്ക് സ്പേസിലേക്ക് പോവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്നുള്ള മൈൻഡിലായിരിക്കും. പിന്നീട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നതനുസരിച്ച് നമ്മളെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും, നമ്മളെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും, നമ്മളൊപ്പം പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും, നമ്മളെ കോ വർക്കേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മളോട് എന്ത് പറയും, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്ക്. ചെറുപ്പം തൊട്ട് ഇങ്ങനെ പറഞ്ഞു തരും, നമ്മൾ ആ സ്കൂൾ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തോട്ട് പറഞ്ഞുതരും, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ഇമ്പോസിബിൾ ആണ്, ഈ സേഫ് ആയിട്ടുള്ള എന്തെങ്കിലും കരിയർ ചൂസ് ചെയ്യും, എന്നാലും ഒരു ഫാമിലിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ റിസ്ക് ആണ്, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റോ ഒരു ടീച്ചറോ എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്തോ എന്നുള്ള രീതിയിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. പിന്നീട് ആ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി, അതായത് നമ്മളിങ്ങനെ പാരൻസിനോടൊക്കെ ചോദിക്കും, എന്തുകൊണ്ടാണ് മുയൽ മട ഉണ്ടാക്കിയാണ്ട് ആ മടൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് പ്രസവിക്കണത്, അതിനെന്താ മുട്ടട്ടൂടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്രേസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവല്ലോ, നമ്മൾ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ നിന്നിട്ട് എവിടെ നഷ്ടപ്പെട്ടത് നമുക്കറിയില്ല, ഒലിച്ചു പോണ പോലെയാണ്. സോ മൈ പോയിന്റ് ഈസ് ബി ആൾവേസ് ഇൻ്റലക്ച്വലി ക്യൂരിയസ് ലൈക്ക് എ ചൈൽഡ്. ഇനി രണ്ടാമത്തെ പോയിന്റാണ്, ഡോണ്ട് ബി അഫ്രൈഡ് ടു ചേഞ്ച് പാത്ത്. ഞാൻ എൻ്റെ ലൈഫിൽ റീസെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ചേഞ്ചുകൾ പറഞ്ഞുതരാം. അതിലൊന്നാണ്, ഞാൻ ഫുള്ളി ഇൻസ്റ്റഗ്രാമിലുള്ള എഡിറ്റ് റീൽസ് ഇടുന്ന ആളായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി എനിക്ക് കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യാൻ ഇതിൽ പറ്റണില്ല, എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് ഓപ്ഷൻ ഇതിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമ്മൾ 30 സെക്കൻഡ് 60 സെക്കൻഡ് വീഡിയോയിൽ എത്രത്തോളം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ലോങ് ഫോം കണ്ടന്റിലേക്ക് മാറിയത്. അതായത് ഈ ഒരു സംഭവം എനിക്ക് വർക്ക് ചെയ്യണില്ല മനസ്സിലാക്കിയപ്പോൾ ഞാൻ പാത്ത് മാറിയത്. അതുപോലെ തന്നെ എൻ്റെ CA ജേണി ആണെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം എനിക്ക് വർക്ക് ചെയ്യണില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിന് പാത്ത് മാറിയത്. അതുപോലെ നിങ്ങൾ ഏത് വലിയ വലിയ ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോരു സംഭവം ചെയ്താണ്ട് അതോൽക്ക് മതിയായി അല്ലെങ്കിൽ അതോൽക്ക് വർക്ക് ചെയ്യണില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ഒരു മലൻ്റെ ഏകദേശം 2/3 ഓല് കയറിയിരിക്കണമെങ്കിലും ഓല് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത മല കയറാൻ ഓല് തയ്യാറാണ്. ഓക്കെ, സോ ഡോണ്ട് ബി അഫ്രൈഡ് ടു ചേഞ്ച് പാത്ത്സ്. ചില ആൾക്കാർ കരിയർ ആയിരിക്കും ചേഞ്ച് ചെയ്യേണ്ടാവുക, ചില ആൾക്കാർ പോലെ ഐഡിയോളജീസ് ആയിരിക്കും, ചില ആൾക്കാർ പോലെ ഐഡൻറ്റിറ്റീസ് ആയിരിക്കും, ചില ആൾക്കാർ പോലെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. എനിത്തിങ്, ഇഫ് യു ഫൈൻഡ് ദാറ്റ് സംതിങ് ദാറ്റ് യു ആർ ഓൾറെഡി ഡൂയിങ് ഈസ് നോട്ട് വർക്കിംഗ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫോർ യു, യു ആർ ഫ്രീ
ഓർ യു ആർ അലൗഡ് ടു ചേഞ്ച് ദ പാത്ത്. ചേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫെയിലിയർ അല്ല. ഇനി മൂന്നാമത്തെ പോയിന്റാണ് സ്ക്രാച്ച് യുവർ ഓൺ ഇച്ച് എന്നുള്ളത്. അതായത് നമ്മളെ മേത്തന്നെയുള്ള നമ്മൾ ചൊറിയാന്നുള്ള ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ അധികം ആൾക്കാരെ ബിസിനസ്സും അല്ലെങ്കിൽ ലോകത്തിലുള്ള ബിസിനസ്സുകളും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. ഇപ്പോൾ ഞാനിതിന് മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിളാണ് റിവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂട്ടർ. അത് ഓരോ ഫാദർ നോർമലി സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ കാല് വെക്കാനൊന്നും സ്ഥലമില്ല, സാധനങ്ങൾ വെക്കണുണ്ട് അവിടെ, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ആ ഒരു മകന് തോന്നിയ ഐഡിയ എന്നാണ് കുറച്ചുകൂടി സ്പേസ് ഉള്ള രീതിയിലുള്ള സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടർ പോലെ ഉണ്ടാക്കുന്നത്. കാല് രണ്ട് സൈഡിൽ വെച്ചിട്ട് നടുവിൽ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് വെച്ചാണ്ട്. അപ്പോൾ നമ്മളെ ലൈഫിൽ അധികവും നമുക്ക് ഐഡിയാസ് കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ നല്ല ബിസിനസ് ഐഡിയാസൊക്കെ വരുന്നുണ്ടാവുക നമ്മളെ സ്വന്തം പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ അധികം ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ, ഞാൻ ഇത്രയും കാലമുള്ള ജേണിയിൽ ഞാൻ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഇങ്ങനെ വരുന്ന ഈ സംഭവങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവനാൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സംഭവങ്ങളെ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. നമ്മളെ സ്വന്തം പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, അത് നമുക്കൊരു ബിസിനസ് ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. അങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള പല ബിസിനസ്സുകളും ഇവിടെ വളർന്നു വരുന്നത്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ഔട്ട്ലൈസ് ക്ലബ്ബിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.